ഒരു സമഭുജ സാമാന്തരികത്തിന്റെ അല്ലെങ്കിൽ ഒരു റോംബസിന്റെ പരപ്പളവ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? അപ്പോ ഒരു റോംബസ് അല്ലെങ്കിൽ ഒരു സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും തുല്യമായിരിക്കും. 4 വശങ്ങളും അല്ലെ, ഈ പറയുന്ന 4 വശങ്ങളും എന്താണ്? തുല്യമായിട്ടുള്ള ദ്വിമാന രൂപങ്ങളെയാണ് നമ്മൾ സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് എന്ന് പറയുന്നത്. ഒരു റോംബസിന്റെ വികർണങ്ങൾ തന്നിരുന്നാൽ ഡയഗണൽസ് തന്നിരുന്നാൽ അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു d1 d2 എന്നാണ്. ഹാഫ് d1 d2 എന്ന് പറയാം. d1 ഉം d2 എന്ന് പറഞ്ഞാൽ അതിന്റെ വികർണങ്ങളാണ്. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ വികർണങ്ങളുടെ നീളം 24 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമായ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ ഹാഫ് ഇൻറ്റു d1 d2 എന്നല്ലേ? 24 ഇൻറ്റു 10 നമ്മൾ ചെയ്യുന്നു. 2 ഒരു പ്രാവശ്യം, ഇവിടെ 5 പ്രാവശ്യം. 5 ഇൻറ്റു 24 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 120 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വികർണങ്ങൾ 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററുമായ ഒരു സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് നിങ്ങൾ കമന്റ് ചെയ്യണം.